നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ ആകാശത്ത് കൂടിയും വെള്ളത്തിൽ കൂടിയും മാത്രമല്ല, കളിക്കളത്തിലെ ബാറ്റും ബോളും വെച്ചും കൊടുക്കാൻ ഇന്ത്യക്ക് നന്നായി അറിയാമെന്ന് പാകിസ്ഥാന് ഇന്നലത്തോടെ ഏതാണ്ട് ബോധ്യമായി. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന മോദിയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയാണ്. ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇന്ത്യയുടെ തിരിച്ചടി അത് എവിടെയും ഏത് രൂപത്തിലും കിട്ടുമെന്ന് ഇന്നലെ പാകിസ്ഥാന് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ കാണിച്ചു കൊടുത്തു. തുടക്കമൊന്ന് പതറിയെങ്കിലും ജന്മശത്രുക്കളായ പാകിസ്ഥാനെ 5 വിക്കറ്റിന് തകർത്ത് വിട്ട് ഇന്ത്യ ഒരിക്കൽ കൂടെ ഏഷ്യ കപ്പിൽ കിരീടം ചൂടിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഉയർത്തിയ 147 റൺസ് എന്ന വിജയ ലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യയുടെ 3 വിക്കറ്റുകൾ പവർ പ്ലേയിൽ തന്നെ നഷ്ടമായി. ഏഷ്യ കപ്പിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച അഭിഷേക് ശർമ്മ, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, ഓപ്പണർ ശുഭ്മാൻ ഗിൽ എന്നിവരാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ആദ്യം കൂടാരം കയറിയത്. പവർ പ്ലേ അവസാനിപ്പിക്കുമ്പോൾ 36 എന്ന നിലയിലായിരുന്നു ഇന്ത്യൻ സ്കോർ ബോർഡ്. എന്നാൽ തുടർന്ന് ക്രീസിൽ നിലയുറപ്പിച്ച തിലക് വർമ്മയും സഞ്ജുവും ചേർന്ന് സ്കോർ ബോർഡ് പതിയെ ചലിപ്പിച്ചു. 4-ാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 57 റൺസിന്റെ കൂടുകെട്ട് പണിതുയർത്തി. സഞ്ജു 24 റൺസുമായി പുറത്തായപ്പോൾ പിന്നാലെ വന്ന ശിവം ദുബൈയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 4 സിക്സും 3 ഫോറുമായി തിലക് വർമ്മ പുറത്താകാതെ 69 റൺസ് നേടി. നേരത്തെ കുൽദീപ് യാദവിന്റെ 4 വിക്കറ്റ് പ്രകടനമാണ് പാകിസ്ഥാനെ 146 റൺസിൽ പിടിച്ചുകെട്ടിയത്. അക്ഷർ പട്ടേൽ, ജസ്പ്രീത് ബുർമ എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. പാക് ഓപ്പണർമാരായ സാഹിബ് സാദ ഫർഹാനും ഫഖർ സമാനും ചേർന്ന് 1-ാം വിക്കറ്റിൽ 84 റൺസ് അടിച്ചെടുത്തെങ്കിലും പിന്നാലെ വന്നവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. കിരീടം ചൂടി വാങ്ങിയെങ്കിലും ജേതാക്കൾക്കുള്ള ട്രോഫി ഇന്ത്യ ഏറ്റുവാങ്ങിയില്ല. പാക് ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ കൂടിയായ ACC പ്രസിഡന്റ് മുഹസിൻ നഖ്വിയിൽ നിന്നായിരുന്നു വിജയികൾ ട്രോഫി ഏറ്റുവാങ്ങേണ്ടിയിരുന്നത്. ഇത് ഒഴിവാക്കാനാണ് വിതരണ ചടങ്ങിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നത്. നേരത്തെ ഹസ്തദാന വിവാദത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ICC-യിൽ പരാതി നൽകിയിരുന്നു. വിജയികൾക്കുള്ള മെഡലും ഇന്ത്യൻ താരങ്ങൾ സ്വീകരിച്ചില്ല. വ്യക്തിഗത പുരസ്കാരങ്ങൾ സ്വീകരിച്ചെങ്കിലും ഒരു പാക് മന്ത്രിയിൽ നിന്നും തങ്ങൾ കിരീടം വേണ്ട എന്ന നിലപാട് സ്വീകരിച്ച ഇന്ത്യൻ താരങ്ങൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുകയായിരുന്നു. തുടർന്ന് സാങ്കല്പിക കിരീടം ഉയർത്തി ഇന്ത്യൻ താരങ്ങൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. പകുതിയോളം ആരാധകർ മൈതാനം വിട്ട ശേഷമായിരുന്നു സമ്മാനദാനം ആരംഭിച്ചത്. പാക് താരങ്ങളുടെ നിസ്സഹകരണത്തെ തുടർന്നായിരുന്നു സമ്മാനദാനത്തിന് മത്സരം അവസാനിച്ച് 1 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നത്. ഇന്ത്യൻ ടീം അംഗങ്ങളും മറ്റ് VIP-കളും മൈതാനത്തേക്ക് എത്തിയെങ്കിലും പാക് ടീം ഗ്രൗണ്ടിലേക്ക് എത്താൻ മനഃപൂർവ്വം വൈകി. ഇന്ത്യ കിരീടം നേടിയാലും പാക് മന്ത്രിയുടെ കയ്യിൽ നിന്ന് കിരീടം വാങ്ങില്ല എന്ന് നേരത്തെ തന്നെ അതിശക്തമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പ്രഖ്യാപിച്ചിരുന്നു. ടൂർണമെന്റിനിടെ നിരവധി തവണ പ്രകോപനപരമായ പോസ്റ്റുകൾ അദ്ദേഹം പങ്കുവച്ചു. അതുമാത്രമല്ല, പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ നിരന്തരം പരിഹസിച്ചും സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്ന മന്ത്രിയായിരുന്നു മോഹസിൻ നഖ്വി. അതേസമയം നഖ്വി ട്രോഫിയും മെഡലുകളും കൊണ്ട് സ്റ്റേഡിയം വിട്ടതായും BCCI ആരോപിച്ചു. ഇന്ത്യ ട്രോഫി ഇന്ന് സ്വീകരിക്കില്ല എന്ന് മാത്രമാണ് ഇന്ത്യ അറിയിച്ചത്. എന്നാൽ നഖ്വി ട്രോഫിയും മെഡലും കൊണ്ട് സ്റ്റേഡിയം വിട്ടു. ട്രോഫി അദ്ദേഹം തന്റെ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് BCCI ആരോപിക്കുന്നത്. ഇന്ത്യ ഏഷ്യ കപ്പ് ട്രോഫി സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് വേദിയിൽ നിന്ന് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ മോഹസിൻ നഖ്വി ഏഷ്യ കപ്പ് ട്രോഫി സ്വീകരിച്ച നടപടി ശരിയായ നടപടി അല്ല എന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ദേവജിത് സൈക്കിയയും വ്യക്തമാക്കി. നവംബറിൽ നടക്കുന്ന അടുത്ത അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ബോർഡ് യോഗത്തിൽ BCCI ഈ വിഷയം ഉന്നയിക്കുമെന്നും സൈക്കിയ വ്യക്തമാക്കി. അതേസമയം ഏഷ്യ കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച മോദി ഗെയിംസ് ഫീൽഡിലെ ഓപ്പറേഷൻ സിന്ദൂർ ആണ് സംഭവിച്ചത് എന്നാണ് തന്റെ X പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. എന്താണെങ്കിലും ട്രോഫി കട്ടെടുത്തുകൊണ്ടാണെങ്കിലും പാകിസ്ഥാന്റേതാക്കാൻ കാണിച്ച പാക്കിയുടെ ഉളുപ്പില്ലാത്ത മനസ്സ് ആരും കാണാതെ പോകുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച